കളമൊരുങ്ങി രാജസദസ്സിൽ കരുണെറിഞ്ഞു ചൂതിനായി. കളമൊരുങ്ങി രാജസദസ്സിൽ കരുണെറിഞ്ഞു ചൂതിനായി. ശകുനി ചൊല്ലും കപടതന്ത്രം കർമ്മനീതി ഗണ്യമായി. ശകുനി ചൊല്ലും കപടതന്ത്രം കർമ്മനീതി ഗണ്യമായി. അല്പസമയം കഴിഞ്ഞപ്പോ എന്റെ കഥകിനാരോ കുട്ടി വിളിക്കുന്നു. ഞാൻ കഥവ് തുറന്നു. പ്രതിഗാമി പ്രതിഗാമി നിന്ന് വിറയ്ക്കുന്നു. എന്താ പ്രതിഗാമി? എന്താ? മഹാറാണി ഉടൻ സഭയിൽ എത്തിച്ചേരണമെന്ന് ദുര്യോധന മഹാരാജാവിന്റെ കൽപ്പന. ഞാൻ സഭയിൽ എത്തിച്ചേരണമെന്ന് ദുര്യോധന മഹാരാജാവിന്റെ കൽപ്പനയോ? എന്താ എന്റെ ഭർത്താവ് യുധിഷ്ഠിരനും ചക്രവർത്തിയാണെന്ന് അദ്ദേഹം മറന്നുപോയോ? അല്ല മഹാറാണി, അവിടുത്തെ ഭർത്താവ് യുധിഷ്ഠിരൻ ചൂതുകളിയിൽ പരാജയപ്പെട്ടു. എല്ലാം നഷ്ടപ്പെടുത്തി. രാജ്യവും സ്വത്തും എല്ലാം, അനുജന്മാരെയും ഒടുവിൽ അവിടുത്തെയും പണയം വെച്ച് തോറ്റു. അവിടുന്ന് ഇപ്പോ കൗരവദാസിയാണ്. ഈ യുധിഷ്ഠിരൻ എന്തൊക്കെ കാണിച്ചത്? ലോകത്തിൽ ഏതെങ്കിലും ഒരു ഭർത്താവ് സ്വന്തം ഭാര്യയെ പണയം വെച്ച് ചൂതുകളിക്കുമോ? എന്തൊക്കെയാണ് കാണിച്ചത്? പ്രതിഗാമി ചെന്ന് എന്റെ ഭർത്താവിനോട് ചോദിക്കേ, സപതിമാരുണ്ടല്ലോ സകല പതിമാർക്കും പണയം വയ്ക്കാൻ മാത്രം പകരക്കാരി ഞാനോ. സപതിമാരുണ്ടല്ലോ സകല പതിമാർക്കും പണയം വയ്ക്കാൻ മാത്രം പകരക്കാരി ഞാനോ. സദയം പോകുന്നില്ല സഭയിൽ ചൊല്ലൂ എന്നെ പണയം വയ്ക്കും മുൻപ് അടിമയായോ സ്വയം. സദയം പോകുന്നില്ല സഭയിൽ ചൊല്ലൂ എന്നെ പണയം വയ്ക്കും മുൻപ് അടിമയായോ. നീ ചെന്ന് എന്റെ ഭർത്താവിനോട് ചോദിക്കും, എന്നെയാണോ അതെ അദ്ദേഹത്തെയാണോ ആദ്യം പണയം വെച്ചതെന്ന്. അതിന് മറുപടി കിട്ടാതെ ഞാൻ ഇവിടെ ഒന്നും അനങ്ങുകയില്ല. ലോകത്തിൽ ഏതെങ്കിലും ഒരു ഭർത്താവ് ഇത്ര മാത്രം അപമാനം ഒരു ഭാര്യയോട് സ്വന്തം ഭാര്യയെ പണയം വെച്ച് ചൂത് കളിക്കുന്ന ധർമാത്മാവ് ഒരു 100 വട്ടം ആ മനുഷ്യന്റെ കാല് പിടിച്ച് കറങ്ങുന്നതാണ്. അപകടമാണ്. ധർമ്മത്തിന്റെ പേരിൽ അധർമ്മം കാണിക്കുന്ന ആ മനുഷ്യൻ പതിവായി വീട്ടിൽ തിരിച്ചു വന്നു. നാരായണി അവിടത്തേക്ക് ഈ ചോദ്യം സഭയിലെത്തി. യുധിഷ്ഠിര മഹാരാജാവിനോട് നേരിട്ട് ചോദിക്കാമെന്ന് സഭ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. പ്രതിഗാമി, എന്റെ ഭർത്താക്കന്മാർ 4 പേരും 5 പേരും ഇതിന് അനുവാദം നൽകിയിട്ടുണ്ടോ? എന്റെ ശശുരന്മാർ ഇതിന് അനുവാദം നൽകിയിട്ടുണ്ടോ? എന്റെ ഗുരുജനങ്ങൾക്ക് അനുവാദം നൽകിയിട്ടുണ്ടോ? രാജാവ് അനുവാദം നൽകിയിട്ടുണ്ടോ? അവരുടെ ആജ്ഞ ഞാൻ ശിരസാ വഹിക്കാം. ഞാൻ ചോദിക്കും, അവരനുവാദം നൽകിയിട്ടുണ്ടോ? പ്രതികാരം മടങ്ങിപ്പോയി. അല്പസമയം കഴിഞ്ഞപ്പോൾ ഒരു തോഴി കടന്നു വന്നു. മഹാറാണി, അവിടുന്ന് ഉടൻ ഏകവസ്ത്രയായി സഭയിൽ എത്തിച്ചേരാൻ യുധിഷ്ഠിര മഹാരാജാവിന്റെ കൽപ്പന. അവിടത്തേക്കുള്ള സുരക്ഷ അവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ജിക്കാരി, എന്റെ മുഖത്ത് നോക്കിയത് പറയാൻ നിനക്ക് എങ്ങനെ ധൈര്യം ഉണ്ടായി? കടന്നു പോകാൻ മുമ്പിലെന്നു ഞാൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. ദുശാസനൻ അവൻ പാഞ്ഞു വരികയാണ്. എനിക്കറിയാം, വിവരമില്ലാത്തവനാണ്, ബോധമില്ലാത്തവനാണ്. ഞാൻ മെല്ലെ ഒതുക്കി നിന്നു. അവൻ ഓടി വന്ന് എന്റെ മുടിയിൽ കിടന്ന് പിടിക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ വിചാരിച്ചു ഗാന്ധാരിയമ്മയുടെ അടുത്ത് ചെന്നാൽ രക്ഷ പ്രാപിക്കാം. ഞാൻ വിളിച്ചു, ഗാന്ധാരിയമ്മേ! അവൻ എന്റെ മുടിത്തപ്പിൽ കിടന്ന് പിടിച്ചു. ഒരു പെരുമൃഗത്തെ ശിരസിൽ നിന്നും സാരിത്തുമ്പ് വഴുതി മാറിയിരിക്കുന്നു. കൈകൾ, കഴുത്ത് എല്ലാം അനാവൃതമായി. കണ്ണീരുകൊണ്ടൊന്നും കാണുവാൻ കഴിയുന്നില്ല. ഞാൻ അവന്റെ കാലിൽ കെട്ടി വീണ് യാചിച്ചു, ശാസന, നീ എന്റെ അനുജനാണ്, എന്നെ അപമാനിക്കുന്നു. സഭയിൽ വരാമെന്ന അവസ്ഥയിലല്ല ഞാൻ. നിങ്ങൾ ഏത് അവസ്ഥയിലാണെങ്കിൽ ഇപ്പൊ കൗരവന്മാർക്ക് എന്താണ്? നീ ഇന്ന് കൗരവന്റെ ദാസിയാണ്. അവരെ 5 പേരെ അങ്ങ് മറന്നേക്ക്. ഞങ്ങൾ 100 പേരെ സ്വീകരിക്കാൻ നിനക്ക് ഭാവിയുണ്ട്, അല്ലെങ്കിൽ അപകടമാണ്. ശാസന, അവരെന്നെ വലിച്ചെനിക്ക് സഭാപത്തിലെത്തിച്ചു. നമുക്ക് ആപത്ത് നമുക്ക് വരുമ്പോ ആരും സഹായിക്കാനില്ല എന്ന ബോധ്യം വരുമ്പോ നമുക്കൊരു ശക്തി താനെ കൈവരും. ഞാൻ ആ ശക്തി സംഭരിച്ചു. സഭാഗൃഹത്തിലെത്തി. കണ്ണിൽ നിന്ന് കണ്ണീർ തുടച്ചു. ഗുരുജനങ്ങളെ, ഈ സഭയിൽ എന്റെ ഗുരുജനങ്ങളുണ്ട്, ഭർത്താക്കന്മാരുണ്ട്, മഹാരാജാവുണ്ട്, എല്ലാവരും ഉണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഒരു
പെണ്ണിനെ ഇങ്ങനെ വലിച്ചടിച്ച് സഭയിലേക്ക് കൊണ്ടുവന്ന് ആക്ഷേപിക്കുന്നത് ധർമ്മമാണോ? ഇതാണോ നിങ്ങളുടെ രാജധർമ്മം? ഇതാണോ കൗരവധർമ്മം? ഞാൻ ആരുടെ ദൈക്ക് വേണ്ടി യാചിക്കുന്നില്ല. ഞാൻ ചോദിക്കുന്നത് ന്യായമാണ്. എന്റെ ഭർത്താവ് പരാജയപ്പെട്ടതിന് ശേഷം എന്നെ പണയം വെച്ചത് ന്യായമാണോ? അതാണ് എനിക്കറിയേണ്ടത്. സഭ, രാജസഭ നിശ്ചലമായി. സംസ്കാരത്തിനോളം കാണാത്ത ആജയ ശക്തിയായി ദ്രൗപദി നിൽക്കുന്നു. ഞെട്ടിവിറച്ചുപോയി ചക്രവാളങ്ങളും രാജസിംഹാസന നീതിശാസ്ത്രങ്ങളും. ഒരു സ്ത്രീ രാജാക്കന്മാരോട് സമാധാനം ചോദിച്ചിരിക്കുന്നു. സംസ്കാരത്തിനോളം കാണാത്ത ഒരാജയ ശക്തിയായി ദ്രൗപദി നിൽക്കുന്നു. ഞെട്ടിവിറച്ചുപോയി ചക്രവാളങ്ങളും രാജസിംഹാസന നീതിശാസ്ത്രങ്ങളും. ശകുനി കർണന്റെ ചെവിയിൽ മന്ത്രിച്ചു. അവൾ അഹങ്കാരത്തിന്റെ തീപ്പൊന്ന പോലെ കത്തുന്നിടണം. അവർക്കൊരു സാമാന്യ ബോധം ഉണ്ടെങ്കിൽ ഇവിടെ ഞങ്ങളുടെയൊക്കെ കാലി പിടിച്ചാൽ അവർക്ക് മാന്യമായിട്ട് ജീവിക്കുമായിരുന്നല്ലോ. ശക്തിയും അറിവും ഒക്കെ പുരുഷന്മാർക്ക് വളരെ വളരെ ഗംഭീരമാണ്. ശകുനി അയാളുടെ വിജ്ഞാനം വിളമ്പി. എന്നാൽ സ്ത്രീകൾക്ക് അങ്ങനല്ല. സ്ത്രീകൾക്ക് അജ്ഞാനവും ദുർബലതയുമാണ് അവളുടെ ഭംഗി. അവള് കത്തുന്ന വന്നമ്മ ജ്വലിക്കുന്ന കണ്ടില്ലേ? ആരോടെങ്കിലും ദയ തോന്നുമോ? പെട്ടെന്ന് ഭീഷ്മപിതാമകൻ എഴുന്നേറ്റു. മകളെ, അന്യന്റെ ധനം പണയം വെക്കുവാൻ പരാധീനനായ വ്യക്തിക്ക് അവകാശമില്ല. പക്ഷേ ദുര്യോധനൻ സ്വയം പരാജയപ്പെട്ടതിന് ശേഷം നിന്നെ പണയം വെച്ചത് ന്യായമാണോ എന്ന ചോദ്യം വിവാദാസ്പദമാണ്. ധർമ്മനീതി അത്യന്തം സൂക്ഷ്മമാണ് മകളെ. ധർമ്മം വ്യാഖ്യാനിക്കുക എളുപ്പമല്ല. ഈ അധർമ്മം മുഴുവൻ നിന്റെ ഭർത്താവും ഭർത്താക്കന്മാരും ഈ രാജ്യസഭ മുഴുവൻ കാണുന്നു. നിന്റെ ഭർത്താവ് യുധിഷ്ഠിരൻ ധർമ്മദേവനാണ്, ധർമ്മപുത്രനാണ്. അദ്ദേഹം മൗനം പാലിക്കും. അവരെല്ലാം മൗനം പാലിക്കുമ്പോ പിന്നെ ധർമ്മത്തെക്കുറിച്ച് ഞാൻ എന്ത് പറയാനാണ് മകളെ? ധർമ്മനീതി അത്യന്തം സൂക്ഷ്മമാണ്. ഈ അടുത്ത കാലത്ത് നമുക്കറിയാമല്ലോ, നോട്ട് നിരോധനത്തിനെതിരായിട്ട് 51 കേസുകൾ സുപ്രീം കോടതി വന്നു. 5 ജഡ്ജിമാരിൽ 4 പേര് ഒരു വിധി വന്നു, ഒരാൾ മാത്രം മറ്റൊരു വിധി വിധിച്ചു. അവർക്ക് മുമ്പിലെത്തുന്ന ഡോക്യുമെന്റ്സും തെളിവുകളും എല്ലാം ഒന്ന് തന്നെ. 5 ജഡ്ജിമാരുടെ മുമ്പിലാണ് ഈ വക്കീലന്മാരെല്ലാം വാദിക്കുന്നത്. പക്ഷേ വിധി വരുമ്പോൾ 4 പേര് ഒരു സൈഡിലും ഒരാൾ മറ്റൊരു സൈഡിലും. ധർമ്മനീതി അത്യന്തം സൂക്ഷ്മമാണ്. ദുശാസനം വീണ്ടും പറഞ്ഞു, ഇവിടെ ഇങ്ങനെ കിടന്ന് ബഹളം വെച്ചിട്ട് കാര്യമില്ല. ഞങ്ങളെ 100 പേരെ സ്വീകരിച്ചാൽ അതിനൊക്കെ വേദനയുണ്ടാകും. ഭീമസേനൻ ചാടി എഴുന്നേറ്റു. മൂത്ത ജ്യേഷ്ഠൻ ഞങ്ങളെ 4 പേരെ പണയം വെച്ചു. ഞാൻ മൗനം പാലിച്ചു. ദ്രൗപദി എന്ത് അപരാധം ചെയ്തിട്ടാണ് ഈ അപമാനം സഹിക്കുന്നത്? ദ്രൗപദിയെ പണയപ്പെടുത്തിയ ആ ചൂതി കളിച്ച കൈകൾ ഞാൻ കത്തിക്കും. സഹദേവ, നീ കൊണ്ടുവേണം. എന്തായി പറയുന്നത്? കളിയിൽ ജയവും തോൽവിയും ഒക്കെ ഉണ്ടാവും. അതിനാരെയും പഴിക്കുന്നതിൽ അർത്ഥമില്ല. ജയാപജയമൊരു സുധാരനേതു ജഗന്നിനാവിന്നിയതി. ജയാപജയമൊരു സുധാരനേതു ജഗന്നിനാവിന്നിയതി. സഹോദരൻ ഒരു നിമിത്തമതിനായി പരിഭവമരുടെ ജ്യേഷ്ഠ. സഹോദരൻ ഒരു നിമിത്തമതിനായി പരിഭവമരുടെ ജ്യേഷ്ഠ. ദുര്യോധനന്റെ ഇളയ സഹോദരൻ വികർണൻ ദ്രൗപദിക്ക് അനുകൂലമായി സംസാരിക്കാൻ എഴുന്നേറ്റു. ദുര്യോധനൻ എഴുന്നേറ്റു. വികർണ, നീ കൊച്ചുകുട്ടിയാണ്, അറിവില്ലാത്തവനാണ്. നീ അവിടെ ഇരിക്കുക, ഞാൻ സംസാരിക്കാം. ഒരു സ്ത്രീയെ അപമാനിക്കുന്ന അധർമ്മമാണ്, അനീതിയാണ്. പക്ഷേ ഈ സ്ത്രീ പുരുഷന്മാരെ ആക്ഷേപിച്ചിട്ടില്ലേ? ഇവരുടെ സ്വയംവരത്തിന്റെ വ്യവസ്ഥ മത്സരമായിരുന്നു. മത്സരത്തിനർത്ഥം പുരുഷത്വവും പൗരുഷവും ശക്തിയും തെളിയിക്കുക എന്നർത്ഥം. ആ വേദിയിൽ വെച്ച് സൂതപുത്രനായ കർണനെ ആക്ഷേപിച്ചത് അപമാനിച്ചതല്ലേ? എത്രയോ വീരന്മാർ ഇവളാൽ ആക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി തീരുമാനിക്കുന്നത് ഞാനാണ്. യുധിഷ്ഠിരനിൽ ഉള്ള അവകാശം ഉപയോഗിച്ച് ദ്രൗപദിയെ പണയം വെച്ചതിൽ യാതൊരു അപാകതയുമില്ല. പാണ്ഡവന്മാരുടെ ഉള്ള സ്വത്തുക്കളും എല്ലാം, ദാസിദാസന്മാരും സ്ഥാപന ജംഗമ സ്വത്തുക്കളും എല്ലാം 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 കൗരവന്റേതായി മാറിയിരിക്കുന്നു. മുണ്ടുതുണിയിൽ പോലും യവന്മാർക്ക് അധികാരമില്ല. അതുകൊണ്ട് ദുര്യോധന, അവരെല്ലാം ഏകവസ്ത്രരാക്കും. പാണ്ഡവരെ ദ്രൗപദിക്കുള്ള ശിക്ഷ ഞാൻ നിശ്ചയിക്കാം.
ജ്യേഷ്ഠൻ പറഞ്ഞാൽ ആ പാടയനുസരിക്കുന്ന അനിയൻ ദുശാസനൻ ഓടിച്ചെന്ന് പാണ്ഡവന്മാരെ ഏകവസ്ത്രരാക്കി സ്വർണ്ണാഭരണങ്ങളെല്ലാം ഉരുവാങ്ങി. അടുത്ത ക്ഷണം അവൻ എന്റെ മുടുത്തുമ്പിൽ നിന്നും പിടിവിട്ട് വസ്ത്രാഞ്ചലത്തെ പിടിച്ച് വലിക്കാൻ തുടങ്ങി. ഞാനൊരു ജ്വാലയായി ജ്വലിച്ചു. അഷ്ടദിക്പാലകന്മാരെ, നിങ്ങളെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, അനാദികാലം മുതൽ മഹാകാല സ്രോതത്തിൽ ഇന്നോളം ഇത്രയും നീചവും നികൃഷ്ടമായ ഒരു സംഭവം വേറെ ഉണ്ടായിട്ടില്ല. പൗരജനങ്ങളെയും ഗുരുജനങ്ങളുടെയും മുമ്പിൽ വെച്ച് സ്ത്രീധർമ്മത്തിന് മേൽ നടത്തപ്പെടുന്ന ഈ അതിക്രമം ചരിത്രത്തിൽ മായാതെ കിടക്കും. ഈ അപമാനത്തിന് മാപ്പില്ല, ഈ പാപത്തിന് പ്രായശ്ചിത്തമില്ല. കൃഷ്ണ, ഇതിൽ കൂടുതൽ പെണ്ണിനെ സഹിക്കാൻ പറ്റില്ല കൃഷ്ണ. ഞാൻ എന്നെ അവിടത്തേക്ക് സമർപ്പിക്കുകയാണ്. എന്നെ രക്ഷിക്കണേ കൃഷ്ണ. നിറഞ്ഞ മിഴിയും തഴിഞ്ഞൊരു നിറഞ്ഞ മിഴിയും തഴിഞ്ഞൊരു തകർന്ന തന്തികൾ നീതി കഴിയും ഞാൻ കണ്ണ ലോകമാകെ മുഴങ്ങുന്ന ശബ്ദത്തിൽ ഒരു ഇടിവെട്ടി കൊടുക്കാൻ രാജ്യവീശുകയാണ്. എന്താണ് സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. ഞാൻ മെല്ലെ കണ്ണു തുറന്നു നോക്കി. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സുദർശന ചക്രം എന്റെ നേർക്കിറങ്ങി വരും. അതിന് പിന്നിൽ ഭഗവാൻ കൃഷ്ണന്റെ കരുണാമയമായ കൈകൾ, അതിൽ നിന്നും ചേര എന്റെ ദേഹത്ത് പൊതിയുകയാണ്. ദുശാസനം മരിച്ചഴിക്കുന്തോറും ആ ചേര എന്റെ ദേഹത്ത് പൊതിയുന്നു. ദുശാസനൻ തളർന്ന് ബോധമറ്റ് നിലത്ത് വീണു. സഭാഗ്രഹം നിറയെ വസ്തുക്കളും ബാലങ്ങൾ. സഭ ഈ രംഗം കണ്ട് നടുങ്ങി മറച്ചിരുന്നു പോയി. ഭീമസേന എഴുന്നേറ്റു. ദുശാസന, കൗരവന്മാരെ 100 പേരെ ഞാൻ വധിക്കുമെടാ. നിന്റെ മാറിടം പിളർന്ന് ആ ചോരയിൽ ഞാൻ കുടിക്കുമെടാ. ഞാൻ പറഞ്ഞു, ദുശാസന, കൗരവരെ 100 പേരെയും ഭീമസേന വധിക്കും. എന്റെ മുടി പിടിച്ചഴിച്ച് എന്നെ വസ്ത്രാക്ഷേപം ചെയ്ത നിന്റെ മാറിടം പിളർന്ന ചോരയിൽ മുക്കിയ ഭീമസേനന്റെ കൈ കൊണ്ട് ഞാൻ എന്റെ മുടി കെട്ടുകൊണ്ടാണ്. ഇതിലെഴുന്നേറ്റു. ആരാജാവേ, അവളെ മോചിപ്പിക്കുക, ദ്രൗപദിയെ മോചിപ്പിക്കുന്നെങ്കിൽ കുരുവംശത്തിന് ആപത്താണ്, അവളെ മോചിപ്പിക്കുക. ധൃതരാഷ്ട്ര രാജാവ് എഴുന്നേറ്റു. മകളെ, നിന്റെ സതീത്വവും പാതിവൃത്യവും എല്ലാം ഈ സഭ കണ്ടു കഴിഞ്ഞു. പാതിവൃത്യത്തിൽ നിന്നേക്കാൾ ഒരു സ്ത്രീരത്നം ഈ ലോകത്തില്ല. പറയൂ, നിനക്കെന്ത് വരമാണ് വേണ്ടത്? മഹാരാജാവേ, എന്റെ ഭർത്താവ് യുധിഷ്ഠിരനെ മോചിപ്പിക്കണം. ചുരുങ്ങിയ പക്ഷം എന്റെ മക്കൾ ഒരു ദാസന്റെ മക്കൾ എന്നറിയപ്പെടാതിരിക്കട്ടെ. ശരി മകളെ, മോചിപ്പിച്ചിരിക്കുന്നു. ഒരുവരെ കൂടി ആവശ്യപ്പെടും. എന്റെ 4 ഭർത്താക്കന്മാരെ മോചിപ്പിച്ചു. അവരുടെ കയ്യിൽ ആയുധം മടക്കി നൽകണം. ശരി മകളെ, അതും സംഭവിച്ചിരിക്കുന്നു. ഒരുവരും കൂടി ചോദിക്കൂ. അല്ല പിതാമഹ, ക്ഷത്രിയ സ്ത്രീക്ക് 2 വരം വാങ്ങാനേ വ്യവസ്ഥയുള്ളൂ. തന്റെ ഭർത്താക്കന്മാർ മോചിപ്പിക്കപ്പെട്ടു അവരുടെ കയ്യിൽ ആയുധം മടക്കി നൽകിയാൽ പിന്നെ അവൾക്ക് വരം ആവശ്യമില്ല. അല്ല മകളെ, നിന്റെ മോചനത്തിന് വേണ്ടി നീ വരവൊന്നും ആവശ്യപ്പെട്ടില്ലല്ലോ. ഒരു വരം കൂടി ചോദിക്കുവാൻ ഞാൻ ആവശ്യപ്പെടുകയാണ്. എങ്കിൽ ഭാരത മണ്ണിൽ ഇനിയൊരു പെണ്ണിൻ പാവന ജന്മം വീക്ഷിതല്ലേ. ഭാരത അധികാര തിമിരത്തിൽ ബലിയാകുവാനായി നീ കരുവാനല്ലേ. തിമിരത്തിൽ ബലിയാകുവാനായി നീ കരുവാനല്ലേ. ഭാരത മണ്ണിൽ ഇനിയൊരു പെണ്ണിൻ പാവന ജന്മം ഓമിച്ചിതല്ലേ.